മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടും അതിലേറെ പ്രാർത്ഥനയോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നോമ്പിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ഈ നല്ല നാളുകളിൽ ക്രൂശിതൻ്റെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലൂടെ നമുക്കുമൊന്ന് നടക്കാം. വളരെ ചെറുപ്പത്തിൽ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ തുടങ്ങിയ സമയത്ത് വായന മികവുറ്റതാക്കാൻ അപ്പച്ചൻ വാങ്ങിച്ചു തന്ന കഥാപുസ്തകങ്ങളിൽ ഒരു മുഖചിത്രം വല്ലാതെ ആകർഷിച്ചിരുന്നു. കാപ്പിപ്പൊടി വസ്ത്രം ധരിച്ച ഒരാൾ, ഒരു കൈയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു കുരിശ്, മറുകൈയിൽ ഒരു കറുകപ്പുൽനാമ്പ്, തോളിൽ ഒരു വെള്ളരിപ്രാവ്, തൊട്ടുമുൻപിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു ചെന്നായി, കാലൊന്ന് തെല്ലുമടക്കി പതിയെ നടക്കാൻ ഭാവിക്കുന്ന ഒരു ചിത്രം. വളരെ പണിപ്പെട്ട് ആദ്യത്തെ വാക്ക് വായിച്ചെടുത്തു, അസീസിയിലെ. അടുത്ത വാക്ക് എനിക്ക് വളരെ സുപരിചിതമായിരുന്നു, ഫ്രാൻസിസ്. എൻ്റെ അപ്പച്ചൻ്റെ പേരായിരുന്നു ഫ്രാൻസിസ്. എൻ്റെ പേരിനോടൊപ്പം എൻ്റെ അപ്പച്ചൻ്റെ പേര് ചേർത്ത് എഴുതാൻ പഠിച്ച സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ ഞാൻ വായിച്ചു, അസീസിയിലെ ഫ്രാൻസിസ്. ചേച്ചിയോട് ചോദിച്ചു ഞാൻ ഇതാരാണെന്ന്. ചേച്ചി പറഞ്ഞു, ഒരു വിശുദ്ധൻ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ക്രിസ്മസിന് നമ്മളുണ്ടാക്കുന്ന പുൽക്കൂടില്ലേ, ആദ്യമായി വിശുദ്ധനാണ് ആ പുൽക്കൂടുണ്ടാക്കിയത്. പൂക്കളോടും പുല്ലുകളോടും കിളികളോടും സംസാരിക്കുന്ന ഒരു വിശുദ്ധൻ. ഒത്തിരി കൗതുകം തോന്നി അന്ന് ആ വിശുദ്ധനെ കുറിച്ച് കേട്ടപ്പോൾ. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം നിങ്ങളുടെ മുൻപിൽ വിശുദ്ധൻ്റെ ഓർമ്മകളുമായി നിൽക്കുമ്പോൾ അന്ന് ബാല്യത്തിൻ്റെ കൗതുകത്തിൽ മറച്ചു നോക്കിയ ആ വർണ്ണ പേജുകൾക്ക് കടലോളം ആഴവും ആകാശത്തോളം അനന്തവുമായ ദൈവികാംശമുണ്ട് എന്നുള്ള തിരിച്ചറിവ് തെല്ലൊന്ന് അമ്പരപ്പെടുത്തുന്നുണ്ട്. കേവലം ലൗകികമായ ഒരു മനുഷ്യായുസ്സുകൊണ്ട് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും ആ ജീവിതത്തെ? ഏതു വാക്കുകൊണ്ട് വിവരിച്ചു തീർക്കും ആ ഒരു അത്ഭുതത്തെ? എങ്കിലും ഈ നോമ്പിൻ്റെ നല്ല നാളുകളിൽ ക്രൂശിതൻ്റെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ നമുക്കുമൊന്ന് നടക്കാം. 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ അംബ്രിയ എന്ന പ്രദേശത്തുള്ള അസീസി എന്ന ചെറുപട്ടണത്തിലായിരുന്നു വിശുദ്ധൻ്റെ ജനനം. ജനനത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ വിശുദ്ധൻ്റെ അമ്മയുടെ അടുത്ത് ഒരു അപരിചിതൻ വന്ന് പറഞ്ഞു, കുഞ്ഞിനെ കാലിത്തൊഴുത്തിൽ പ്രസവിക്കണമെന്ന്. ആ അമ്മ അതനുസരിക്കുകയും വിശുദ്ധനെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരു പ്രഭു കുടുംബത്തിലായിരുന്നിട്ട് പോലും അതനുസരിക്കുവാൻ ആ അമ്മയെ പ്രാപ്തമാക്കിയെങ്കിൽ തീർച്ചയായും അത് അവരിൽ ആഴത്തിൽ വേരൂന്നിയ ദൈവികത മാത്രമായിരുന്നിരിക്കാം. ബാല്യവും കൗമാരവും അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടെ ആഘോഷിച്ചിരുന്നു ഫ്രാൻസിസ്. ആ നാളുകളിൽ അസീസിയിലെ പെൺകുട്ടികളുടെ ഇടയിൽ ഒരു റോമിയോ പരിവേഷവും ഉണ്ടായിരുന്നു. കാരണം ഫ്രാൻസിസ് സുന്ദരനും സമ്പന്നനുമായിരുന്നു. അനാഥരോടും ആലംബഹീനരോടും വളരെ വിമുഖമായ ഒരു സമീപനമായിരുന്നു പിതാവിൻ്റേത്. ഒരു പരിധിവരെ പിതാവിൻ്റെ ആശയങ്ങളെ പിൻചൊല്ലിയെങ്കിൽ പോലും
ഇടയ്ക്ക് എപ്പോഴോ ഉള്ളൊന്നുലയുന്നുണ്ടായിരുന്നു. ദാനധർമ്മങ്ങളിൽ വളരെ വിമുഖത കാട്ടിയ ഒരാളായിരുന്നു വിശുദ്ധൻ്റെ പിതാവ്. അനാഥരിൽ നിന്നും നിരാലംബരിൽ നിന്നും നിർദാക്ഷിണ്യം മുഖം തിരിക്കുമായിരുന്നു. ഒരു പരിധിവരെ തൻ്റെ പിതാവിൻ്റെ രീതികളെ പിൻചൊല്ലിയിരുന്നു ഫ്രാൻസിസ്. പക്ഷേ ഇടയ്ക്കൊക്കെ എപ്പോഴോ ഉള്ളൊന്ന് അറിയാതെ ഉലയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഭിക്ഷയാചിച്ചെത്തിയ കുഷ്ഠരോഗിയെ തൻ്റെ പിതാവ് ആട്ടിപ്പുറത്താക്കിയപ്പോൾ അത്രനാൾ തൻ്റെ ഉള്ളിൽ അടക്കി വച്ചിരുന്ന എല്ലാവരും തൻ്റെ സഹോദരന്മാരാണെന്ന് ഉള്ള ആ ഒരു തോന്നൽ ഒരു തുട്ട് നാണയത്തുണ്ടുകളും വാരിയെടുത്ത് അയാളെ കണ്ടുകിട്ടുവോളം അലയുവാൻ വിശുദ്ധനെ പ്രേരിപ്പിച്ചു. കണ്ട മാത്രയിൽ ആശ്ലേഷിച്ച് ആ നാണയത്തൊട്ടുകൾ അയാളുടെ കയ്യിലേക്ക് വെച്ചു നീട്ടി. ഇനി ഒരിക്കലും തൻ്റെ സഹോദരരിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിൻ്റെ തുടക്കമായിരുന്നു അവിടുന്ന്. ഈ നോമ്പിൻ്റെ കാലത്ത് നാം ചെയ്യുന്ന ഓരോ ദാനധർമ്മങ്ങളും രഹസ്യങ്ങൾ അറിയുന്ന തമ്പുരാൻ്റെ മുൻപിലെ ഓരോ റോസാപുഷ്പങ്ങളാവട്ടെ. 1 യോഹന്നാൻ 4:16 ഇപ്രകാരം പറയുന്നു: ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഈ ഒരു ഉൾക്കാഴ്ചയാണ് സർവചരാചരങ്ങളിലും ദൈവാംശമുണ്ട് എന്നുള്ള തോന്നലിലേക്ക് വിശുദ്ധനെ എത്തിച്ചത്. സമ്പന്നതയുടെ അതിപ്രൗഢിയിൽ നിന്നുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും കനൽ വഴിയിലേക്ക് ഇറങ്ങുവാൻ വിശുദ്ധനെ പ്രേരിപ്പിച്ചതും ഇതുതന്നെയാണ്. തൻ്റെ ആദർശങ്ങളിൽ ആകൃഷ്ടയായെത്തിയ ക്ലാര എന്ന പെൺകുട്ടിയുടെ പ്രണയത്തേക്കാൾ ചങ്കുപിളർന്ന തമ്പുരാൻ്റെ ചോരയെയാണ് ഞാൻ ആകർഷിക്കുന്നത് എന്ന് പറയാൻ തക്ക രീതിയിൽ വിശുദ്ധനെ മാറ്റിയെങ്കിൽ അത് തമ്പുരാൻ്റെ സ്നേഹമല്ലാതെ വേറൊന്നുമല്ല. കാൽവരിയിലെ കുരിശിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ തമ്പുരാൻ, പുൽക്കൂട് മുതൽ ഗാഗുൽത്ത വരെ ദരിദ്രനായി തീർന്ന പൊന്നു തമ്പുരാൻ, ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ദാസനായി തീർന്നവൻ, ആ തമ്പുരാനെ പിൻചൊല്ലുവാൻ, ആ തമ്പുരാൻ്റെ തുടർച്ചയാകുവാൻ തുടങ്ങുകയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. ക്രിസ്തുദർശനം ആഴത്തിൽ വേരൂന്നി തുടങ്ങിയ കാലത്ത് ഒരു ദിവ്യബലിയിൽ വെച്ച് കേട്ടൊരു വചനം വളരെയധികം സ്വാധീനിച്ചു. മത്തായി 16:24 തിരുവചനം: എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ദിവ്യബലിക്ക് ശേഷം വൈദികനെ ചെന്ന് കണ്ട വിശുദ്ധ ഫ്രാൻസിസ് അച്ഛനോട് ചോദിക്കുന്നുണ്ട്: അച്ഛ, എന്താണ് ക്രിസ്തുവിന് വേണ്ടി ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ പിൻചൊല്ലുകയാണോ വേണ്ടത്? നിറഞ്ഞ മിഴികളുമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനോട് അച്ഛൻ പറയുന്നുണ്ട്: അതാണ് കുഞ്ഞെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ക്രിസ്തീയമായ ഉൾക്കാഴ്ചയാണ് തൻ്റെ ആദർശങ്ങളിൽ ആകൃഷ്ടരായിത്തീർന്ന ഒരു പറ്റം ചെറുപ്പക്കാരോടുകൂടെ യാത്ര തുടങ്ങുവാൻ വിശുദ്ധനെ പ്രേരിപ്പിക്കുന്നത്. ഈ ജീവിതയാത്രയിൽ എത്രയേറെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. ഈ നോമ്പുകാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വചനമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഫലമുളവാക്കാൻ കഴിയട്ടെ. അങ്ങനെ വെറോനിക്കയെ പോലെ ഈശോയെ സമാശ്വസിപ്പിക്കുവാൻ നമ്മൾക്കും കഴിയട്ടെ. വിശുദ്ധൻ്റെ ജീവിതം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സർവചരാചരങ്ങളിലും തൻ്റെ തമ്പുരാൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യരാണെന്നും സ്നേഹത്തിന് അർഹതയുള്ളവരാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വിശുദ്ധൻ്റെ പിന്നീടുള്ള യാത്രകൾ. അതിനെ ആസ്പദമാക്കി വിശുദ്ധൻ്റെ ജീവചരിത്രത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. പലപ്പോഴും ആശ്രമത്തിൽ ഒരു നേരം കഴിക്കാൻ മാത്രമുള്ള ഭക്ഷണമാണ് അവർ കരുതാറ്. ബാക്കിയുള്ള സമയങ്ങളിൽ ദാരിദ്ര്യം എന്ന പുണ്യത്തെ പുൽകിയും പ്രാർത്ഥനയിലുമാണ് അവർ ചിലവഴിക്കാറ്. ഒരു രാത്രിയിൽ പെട്ടെന്നൊരു കരച്ചിൽ കേട്ട് വിശുദ്ധൻ ഓടിയെത്തി. തൻ്റെ ശിഷ്യരിൽ ഒരാൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കരയുകയായിരുന്നു. ബാക്കിയുള്ളവർ അവനെ പുച്ഛിച്ചും കളിയാക്കിയപ്പോൾ അവരെ വിലക്കിക്കൊണ്ട് വിശുദ്ധൻ അവനെ ചേർത്തു പിടിച്ച് ഊട്ടുപുരയിലേക്കെത്തി. ശേഷിച്ച ഭക്ഷണം അവന് പകുത്തു നൽകി. ഉപവാസം ലംഘിച്ചതിനെക്കുറിച്ച് വിശുദ്ധനോട് ചോദിക്കുമ്പോൾ വിശുദ്ധൻ പറയുന്ന ഒരു ഉത്തരമുണ്ട്. നമ്മളെയെല്ലാം വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരുത്തരം. വീണുപോകുന്നവരെ മാറ്റി നിർത്താനുള്ളതല്ല, കരം കൊടുത്ത് ചേർത്ത് പിടിക്കാൻ കഴിയണം. കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയണം. ഇതാണ് ഈശോ പഠിപ്പിച്ചതും പറഞ്ഞു വെച്ചതുമായ സഹോദര സ്നേഹം. ആ ഭക്ഷണം പകുത്ത് കഴിക്കുന്നതിലൂടെ താൻ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലിൽ നിന്നാണ് അവൻ മുക്തനാകുന്നത്. നഴ്സുമാരായ നമ്മുടെ ജീവിതത്തിലും കുരിശിനെ പിൻചൊല്ലുവാനും കുരിശിൻ്റെ നിഴലായി തീരുവാനും അങ്ങനെ തമ്പുരാൻ്റെ ആവർത്തനമാകുവാനും
ഒത്തിരിയേറെ അവസരങ്ങളാണുള്ളത്. കുരിശിൻ്റെ മറുപുറമാകുവാനുള്ള ക്ഷണം ശിരസ വഹിച്ച വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ കുരിശിൻ്റെ നിഴലാകുവാൻ അവിടുന്ന് നമ്മയും വിളിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. സ്നേഹം ഒരു പരിശീലനമാണ്. മനസ്സുകൊണ്ട് മനസ്സുകളെ തൊടാൻ കഴിയുന്ന ഒരവസ്ഥ. ആ സമയങ്ങളിൽ ചില മനുഷ്യർ നമ്മുടെ മുൻപിൽ പെയ്തു തോരും. ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ എത്തുന്ന ജീവിതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയണം ഗെത്സമനി നിമിഷങ്ങളിലൂടെയും മരുഭൂമി യാത്രകളിലൂടെയും കടന്നുപോകുന്ന മനുഷ്യ ജീവിതങ്ങളെ. അവരുടെ മുൻപിൽ ഒന്ന് കേൾക്കാൻ നിന്നു കൊടുക്കുമ്പോൾ നമ്മുടെ മുൻപിൽ അവർ പെയ്തു തോരും. നമ്മുടെ തമ്പുരാനു വേണ്ടി മറ്റുള്ളവർക്ക് പെയ്തു തോരാൻ കഴിയുന്ന ഇടങ്ങളായി തീരട്ടെ. വിശുദ്ധ ഫ്രാൻസിസും ഇതുപോലെ സർവചരാചരങ്ങളോടും സഹോദര സഹോദരി എന്ന് സംബോധന ചെയ്ത് തൻ്റെ ദൈവത്തെ കൊടുത്തിരുന്നു. ഈ കാലഘട്ടത്തിൽ തമ്പുരാനെ കൊടുക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസും നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഉള്ളുലയ്ക്കുന്ന ഒത്തിരി വാർത്തകളിലൂടെയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വിരിയും മുമ്പ് കൊഴിഞ്ഞു തീരുന്ന കുരുന്ന ജീവനുകൾ, സ്നേഹിക്കേണ്ടവരും ചേർത്ത് പിടിക്കേണ്ടവരും നിഷ്കരുണം അകറ്റി നിർത്തിയപ്പോൾ സ്വയം ചിതറിത്തെറിച്ചവർ, ദൈവതുല്യമായി കാണേണ്ട മാതാപിതാക്കളെ അറവശാലയിലെ മൃഗങ്ങളെക്കാൾ നികൃഷ്ടമായി തീർക്കാൻ വെമ്പുന്ന മക്കൾ. അങ്ങനെ ഉള്ളുലയ്ക്കുന്ന അനവധിയായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആത്മീയമായ അന്ധത ബാധിച്ച ഈ ഒരു സമൂഹത്തിന് ഈ ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥന അനിവാര്യമാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് അവരുടെ കണ്ണുകൾക്ക് തെളിച്ചമുള്ളതാകാൻ, മറ്റുള്ളവരിൽ ദൈവികാംശമുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ സഹോദരനും സഹോദരിയുമാണ് എന്ന തിരിച്ചറിവിൽ ഈ ഒരു തലമുറ വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പരിത്യാഗങ്ങളും സുകൃതജപ പ്രാർത്ഥനകളും അവരുടെ ജീവിതങ്ങളിലേക്ക് മാനസാന്തരത്തിൻ്റെ വെളിച്ചം വീഴുവാനുള്ള അവസരങ്ങളായി തീരട്ടെ. അങ്ങനെ പുണ്യം പൂക്കുന്ന പ്രാർത്ഥന നിറയുന്ന ജീവിതങ്ങളായി മാറട്ടെ നമ്മുടേതും. ഉൽപ്പത്തിയുടെ ആദ്യ താളുകളിൽ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ എവിടെ? നിന്റെ സഹോദരൻ എവിടെ? ആ ചോദ്യം ഇപ്പോൾ നമ്മളോടും ദൈവം ചോദിക്കുന്നുണ്ട്. ഉത്തരം കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം അവൻ്റെ രക്തത്തിന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. ഈ ഒരു ചോദ്യത്തിന് വളരെ മനോഹരമായി ഉത്തരം നൽകി വിശുദ്ധ ഫ്രാൻസിസ്. സമ്പന്നതയുടെ അതിപ്രൗഢിയിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ പരുപരുത്ത അവസ്ഥയിലേക്ക് ഊർന്നിറങ്ങുവാൻ വിശുദ്ധനെ പ്രേരിപ്പിച്ചതും ഈ ഒരു ചോദ്യമാണ്. തകർന്നടിഞ്ഞ നിന്റെ ജനത്തിൻ്റെ കൂടെ, തകർന്നടിഞ്ഞ നിന്റെ സഭയുടെ കൂടെ ഞാനുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് കൊടുക്കാൻ വിശുദ്ധൻ അന്ന് കഴിഞ്ഞു. നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് എന്താണ് പറഞ്ഞു വയ്ക്കാൻ കഴിയുക? ആത്മീയ അന്ധത ബാധിച്ച ഈ ഒരു സമൂഹത്തിന് എന്ത് കൈത്തിരിവട്ടമാണ് നമ്മൾക്ക് പകരാൻ കഴിയുക? നമ്മുടെ ഭവനങ്ങളിൽ നിന്നെങ്കിലും നമുക്ക് തുടങ്ങാൻ കഴിയണം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ദൈവത്തെ കൊടുക്കുവാനും തമ്പുരാനെ അറിഞ്ഞ് അവരെ വളർത്തുവാനും നാം പരാജയപ്പെടരുത്. കാരണം നമ്മുടെ ഭവനങ്ങളിൽ നാം പരാജയപ്പെട്ടാൽ സമൂഹത്തിൽ നമ്മുടെ മക്കൾ പരാജയപ്പെടും. അതിന് അവർ മാതൃകയാക്കേണ്ടത് നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളെയുമാണ്. അനാഥരോടും ആലംബഹീനരോടും അവശരോടുമുള്ള
നമ്മുടെ സമീപനങ്ങളെ നിശബ്ദമായി അവരും നോക്കിക്കാണുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എങ്ങനെ മറ്റുള്ളവരെ കാണുന്നു എന്ന ഉൾക്കാഴ്ച അവരുടെ ജീവിതങ്ങളെ വളർത്തിയെടുക്കുവാൻ, രൂപപ്പെടുത്തുവാൻ വളരെ സഹായിക്കും. ഈ ഒരു അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് ഞാനുമായി പങ്കുവച്ച ഒരു ചെറിയൊരു സംഭവം. ഒരു ദിവസം സ്കൂൾ വിട്ട് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് അവളുടെ മകൻ വീട്ടിലെത്തി. എന്തു പറ്റി എന്നുള്ള ചോദ്യത്തിന് ആ കുഞ്ഞ് മറുപടി പറഞ്ഞു, അമ്മേ, എൻ്റെ കൂട്ടുകാരൻ ചെയ്തതാണിത്. അവൾക്ക് വളരെ വിഷമം തോന്നി. ടീച്ചറെ ഫോൺ ചെയ്യുവാനായി അവൾ ഫോൺ എടുത്തു. ഉടനെ ആ കുഞ്ഞ് വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, അമ്മേ, അവൻ അപ്പച്ചനില്ല. ആ ഒരു കുഞ്ഞ് ഹൃദയത്തിന് ദൈവം നൽകിയ ആ ഒരു ഉൾക്കാഴ്ചയെ ഓർത്ത് അവൾ തമ്പുരാനെ നന്ദി പറഞ്ഞു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തിനെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങേ ഹിതം ഞാൻ അറിയട്ടെ. ഈ ഒരു കാലഘട്ടത്ത് മാതാപിതാക്കളായ നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥനയാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ, ജ്ഞാനം ലഭിക്കുവാൻ, അങ്ങനെ നമുക്കും നമ്മുടെ കുഞ്ഞുമക്കളെ പരിശുദ്ധാത്മാവിൽ നിറച്ച് ജ്ഞാനത്തിൽ വളർത്തുവാൻ കഴിയണം. അങ്ങനെ നാടിനും സമൂഹത്തിനും നല്ലവരാക്കി തീർക്കുവാൻ നാമും ബാധ്യസ്ഥപ്പെട്ടവരാണ്. ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. ഈ ഒരു അനുഗ്രഹത്തിനായി കാൽവരിയിലേക്ക് പുത്രനെ ഒരുക്കിയ പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കട്ടെ. ത്യാഗങ്ങളുമായി വിശുദ്ധ ഔസേപ്പിതാവ് നമുക്ക് വഴികാട്ടിയാകട്ടെ. കുരിശിനെ പുൽകിയും പുണർന്നും 2-ാം ക്രിസ്തുവായി മാറിയ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ കുരിശിനെ പുൽകുവാനും പുണരുവാനും നമ്മെയും വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും കുരിശിൽ നിന്ന് ഓടി ഒളിക്കുവാനും സഹനങ്ങളെ ലഘൂകരിക്കുവാനുമാണ്. നമ്മുടെ തമ്പുരാൻ വഹിച്ച ആ കുരിശൊന്ന് ചുമക്കുവാനോ അവിടുന്ന് കുടിച്ച ആ ഒരു പാനപാത്രം കുടിക്കുവാനോ നാം ഒരിക്കലും സന്നദ്ധരല്ല. നിരുപാധികം പലപ്പോഴും തമ്പുരാൻ്റെ മുൻപിൽ നമ്മൾ തോൽവി സമ്മതിക്കാറാണ് പതിവ്. എന്നാൽ ഈ ഒരു നൊയമ്പ് കാലത്ത് നമുക്കും ഒരു തീരുമാനമെടുക്കാം. കുരിശുകൾ സഹിക്കുവാനും സഹനങ്ങളിൽ സമചിത്തതയോടെ മുന്നോട്ട് പോകുവാനും ദൈവം നമ്മളെ അനുവദിക്കട്ടെ. സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും ദൈവം നമ്മെ മനോഹരമായി അണിയിച്ചൊരുക്കിയെങ്കിൽ നാം അണിയിച്ചൊരുക്കേണ്ടവരെ ദൈവം നമുക്ക് ചുറ്റും നിരത്തിയിട്ടുണ്ട്. ആദ്യ പഞ്ചക്ഷതധാരിയായ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. ക്ലാരയോട് തനിക്കൊരു വസ്ത്രം തുന്നുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ വസ്ത്രം തൻ്റെ മുൻപിൽ എത്തിപ്പെടുന്ന യാചകരിൽ നിന്ന് യാചിച്ചു വാങ്ങിയ തുണിത്തുണ്ടങ്ങൾ കൊണ്ടായിത്തീരണം. ആ വസ്ത്രവുമായാണ് വിശുദ്ധ ഫ്രാൻസിസ് മരണത്തെ പുൽകിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മയും നോക്കി പറയുന്നുണ്ട്, നാം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഒത്തിരിയേറെ ചെയ്യാനുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം കാത്തു. ഈ വചനങ്ങൾ കല്ലറയുടെ മുകളിൽ എഴുതുന്ന അക്ഷരങ്ങളാകാതെ സ്വർഗത്തിൽ തമ്പുരാനെ കണ്ടെത്തുവോളം ക്രിസ്തുവിനായി ഓടുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. ഈ നൊയമ്പുകാലം അതിനുള്ള ഒരു തുടക്കമാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഓരോ വിശുദ്ധനും വിശുദ്ധയുമായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.